ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ലളിത, ഇത് ശരിയല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് അവനെ ഫോൺ ചെയ്യുന്നെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? ചോദിക്കില്ല ലളിതേ. ചോദിച്ചത് കേട്ടില്ലയോ? ഉത്തരം പറയടി. അമ്മേ, പഴയ പോലെ എന്നെ തല്ലല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അശ്വൻ ചോദിച്ചോളൂ. ഞാൻ ഉത്തരം പറഞ്ഞോളാം. അമ്മയും അമ്മാവനും ഇടപെടണ്ട, മനസ്സിലായല്ലോ? നിങ്ങൾ രണ്ടുപേരും ഒന്നും അറിഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരെ പോലെ കൊനിഷ്ഠ മനസ്സുള്ളയല്ല എല്ലാവർക്കും. ഞാൻ സുഭാഷ് ചേട്ടനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞോണ്ടേ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് അശ്വൻ അറിയാം. അവൻ വന്നൂന്ന് തോന്നുന്നു. ഇടി ചെല്ലടി, ചായ ഉണ്ടാക്കടി, ചെല്ല്. ആ മാമ, ബാ കയറി മാമോനെ. പിന്നെ കാണിക്കുന്നത് സുഭാഷ് ചേട്ടൻ്റെ വീടാണ്. എടാ, ഒരു കാര്യമുണ്ട്. ഇനി എവിടെ പോവാണെങ്കിലും നിധിയെ തന്നെ വേണ്ട, നമ്മളിൽ ഒരാൾ കൂടെ വേണം. ഓഫീസിൽ പോവാണെങ്കിലും തനിയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നിധി അഥവാ ഓഫീസിൽ നിന്ന് താമസിച്ചിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരാൾ പോയി കൂട്ടിക്കൊണ്ട് വരണം. എന്തിന്? ഇന്നലെ നടന്ന കാര്യമൊന്നും മോള് കണ്ടില്ലേ? ഇതുകൊണ്ടൊന്നും ആളുകൾ മാറാൻ പോകുന്നില്ല. അവരിനിയും ഓരോന്ന് പറയും. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ആളുകളുടെ വായ അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്തിരി സൂക്ഷിച്ചാൽ പോരെയോ? നീ പോയിട്ട് വരുന്നവരെ സേഫ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സുഭാഷ് ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ദിവസം ബാരിക്കേഡ് പോലെ ഒരാൾ കൂടെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം സോൾവ് ആവുന്നതാണോ? സുഭാഷ് ചേട്ടൻ ഇവരെയൊക്കെ പേടിച്ച് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പരിഹാസം കൂടുകയുള്ളൂ. നിധി ആഗ്രഹിച്ചെന്താ? തനി ഓഫീസിൽ പോകണം, ഇൻഡിപെൻഡൻ്റായി നിൽക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച കുട്ടിയെ ജീവിതകാലം മുഴുവൻ പൊത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയാണെന്ന് സുഭാഷ് ചേട്ടാ. നാട്ടിലെ ഏതോ ഒരുത്തോ എന്തോ പറഞ്ഞെന്ന് വരുന്നത് നമുക്ക് നിധിയുടെ ആഗ്രഹം തടഞ്ഞു വെക്കാൻ പറ്റുമോ? നിധി തന്നെ പൊക്കോളും. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ കുറച്ചു നാളത്തെങ്കിലും അതാ വേണ്ടാന്ന് പറഞ്ഞത്. ദിവസവും നമ്മളിൽ ഒരാൾ നിധിക്ക് അകമ്പടി പോയാൽ അതല്ലേ വലിയ നാണക്കേട്. ഒറ്റയ്ക്ക് പോയാൽ അവർ പറഞ്ഞത് നമുക്ക് ബാധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോളും. അല്ലെങ്കിൽ പേടിച്ച് മുഖത്ത് നോക്കാൻ മടിച്ചിട്ടാന്ന് വിചാരിച്ചോളും. നാളെ മുതൽ അവനെ പോകുന്ന വഴിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കി തറപ്പിച്ചങ്ങ് നോക്കിയേക്കണം. നിധിയുടെ നോട്ടം കണ്ട് മുഖം കുരിച്ച് അവൻ കണ്ണ് താഴ്ത്തണം. അഥവാ ഇനി വേറെന്തേലും അവൻ ചെയ്യാൻ ഒരുങ്ങുവാണെങ്കിൽ അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. നിധി ആഗ്രഹിച്ച പോലെ ഒറ്റയ്ക്ക് പോയിട്ട് വട്ടെ. നമ്മൾ ആരും അവിടെ ആഗ്രഹത്തിന് കുറുകെ നിൽക്കേണ്ട. അല്ല, നിധിക്ക് തന്നെ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് തനിയെ പോകുന്നതാണ് ഇഷ്ടം. എന്നാൽ സിമ്പിൾ. എടാ, ഞാൻ അതല്ല പറഞ്ഞത്. സുഭാഷ് ചേട്ടാ, സുധീഷ് ചേട്ടൻ പറഞ്ഞതാ ശരി. അതങ്ങ് വിട്ടേരെ. കറക്റ്റ്. ഇനി ആരും ധൈര്യത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. പിന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ വീടാണ്. നന്നായി മോളെ, നീ ഇങ്ങനെ സ്വന്തം കുടുംബത്തിനെ ഒറ്റ കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ സംസാരിക്കുന്നത് നല്ലതേ. കൈ നൂത്ത് ഒരെണ്ണം കൊടുക്കുന്നതേ നല്ലത്. അവനെ പിടിച്ച് ഉള്ളി തള്ളിയായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിലെങ്കിലും എനിക്ക് വിലയുണ്ടായിരുന്നേനെ. എല്ലാം തുലച്ചിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? അവക്ക് വീട്ടുകാരെക്കാട്ടിലും വലുതാ അവര്. അമ്മ പാത്രം എടുത്തെറിയുന്നു. സീതേ, നീ ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെട്ട് BP കൂട്ടല്ലേ. BP കൂടട്ടെ. BP കൂട്ടി ചത്തു പോട്ടെ. ഇവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? കോളേജിൽ ചേർക്കണമെന്ന് പറഞ്ഞു, അത് ചേർത്തു. പോയിട്ട് വരാൻ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു. ഫോണ്, ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ എല്ലാം മേടിച്ചു കൊടുത്തു. ഇതൊക്കെ നമുക്ക് കഴിവുണ്ടായിട്ട് ചെയ്തതാണോ? ഇവളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ? അത് ഇവള് മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോൾ നാട് മുഴുവൻ പെണ്ണുങ്ങളെയും കൊണ്ട് നടന്ന ലോറി ഡ്രൈവറിൻ്റെ മകൻ മെക്കാനിക്കലിനെ മതി. ഇപ്പോൾ അവന് വേണ്ടി നീ തന്തയെ നാണം കെടുത്തിയില്ലേ? നാട്ടുകാരെ എല്ലാം മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തിയില്ലയോ? എന്നിട്ടിപ്പം കൂസലില്ലാതിരിക്കുന്ന കണ്ടില്ലേ? നീ എങ്ങനെ എൻ്റെ വയറ്റിൽ ജനിച്ചടി? നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിപ്പോൾ. ചെറുക്കൻ ഇവളെ പ്രേമിച്ചത് ചോദിച്ചപ്പോഴേ നമ്മുടെ മോനെ എല്ലാവരും കൂടെ തല്ലി ചതച്ചെന്നായിരിക്കും സംസാരം. ഇനി ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞ്. ഇനി മേലിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയില്ല. കോളേജും ഇല്ല, ഒരു കുന്തവും ഇല്ല. നീ ഇനി ഇതിനകത്ത് കഴിഞ്ഞാൽ മതി. നീ ഇനി പുറത്ത് പോയാലല്ലേ അവളെ കാണത്തുള്ളൂ. നീ ഇനി പുറത്ത് വന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ കാണിക്കുന്ന ഹരീഷിൻ്റെ വീടാണ്. ഹരീഷ് ആണെങ്കിൽ നീതി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. സുധീഷ് ആണെങ്കിൽ നിധി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഹരീഷ് ആണെങ്കിൽ കിടന്ന് ചിരിക്കുന്നു. എന്താടാ നീ കിടന്ന് ചിരിക്കുന്നത്? എന്നെ കണ്ടാൽ ചിരി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളെ കണ്ട് ചിരിച്ചതല്ല, വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചതാ. വേറെന്ത് കാര്യം? ഹരീഷ് ആണെങ്കിൽ സുധീഷിനെ ഉമ്മ വെക്കുന്നു. അയ്യേ, നീ എൻ്റെ കവളി ഉമ്മ വെച്ച് വൃത്തികേടാക്കുന്നേ. ആദ്യമായിട്ട് കിട്ടേണ്ട ഉമ്മയുടെ ത്രില്ലും കളഞ്ഞു വൃത്തികെട്ടവൻ. അതെ, സന്തോഷം കൂടുതലായപ്പോൾ ഓവർഫ്ലോ ആയതാ. പെട്ടെന്ന് ഉള്ളിലൊരു സന്തോഷം വന്നത് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാതെ സംഭവിച്ചു പോയതാ. പ്രത്യേകിച്ചൊരു സന്തോഷം സാറിന്. അല്ല, നീതു ഇല്ലേ? നീതു, അവൾ സൂപ്പർ അല്ലേ? സൂപ്പറാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുവിധം ഓക്കെയാണ്. ഒരു ഞുള്ളു വെച്ച് കൊടുക്കുന്നത്. എന്താടാ അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ കൊച്ചു കാമുകന്. എടാ, നിനക്ക് അവളെ ഇഷ്ടമായാൽ പിന്നെ എങ്ങനായാലും എന്താടാ? ഒരു പെണ്ണിനെ സുന്ദരിയാക്കുന്നത് ആ കാമുകൻ്റെ കണ്ണാ. പ്രേമമെന്ന് വെച്ചാൽ അതാണ്. ഒരു പെണ്ണിൻ്റെ കാമുകനെ അവളായിരിക്കും ഏറ്റവും വലിയ സുന്ദരി. അവൾ ചിരിച്ചാലേ മുല്ലപ്പൂ പോലെ ചിരിക്കും. അവൾ നോക്കിയ നക്ഷത്രങ്ങൾ വരും. അവൾ കണ്ണുകൊണ്ട് കടുക് വറുത്തെന്ന് സിനിമാ പാട്ട് കേട്ടില്ലേ? ആ കടുക് പൊട്ടുന്നതേ കാമുകൻ്റെ നെഞ്ചിലാ. ഞാൻ പറയാൻ വന്നതേ ആ കാര്യമൊന്നും അല്ല. എനിക്ക് ഈ കടുകുറ ഊച്ചാളി സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ഊച്ചാളി സാഹിത്യമോ? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട കാണുന്നതെല്ലാം വെള്ളാരങ്കല്ല്, നോക്കുന്നതെല്ലാം പനിനീർപ്പൂവെന്ന് എനിക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അയ്യാടാ, ഇപ്പം പറഞ്ഞായിരുന്നുവല്ലോ, അതൊരു ഭാവനയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലയോ? അതാടാ മോനെ പ്രേമത്തിൻ്റെ ശക്തി. എടാ ഹരീഷ്, നീ 10, 12, 14, 16 സ്പാനറിനെ പറ്റി സംസാരിച്ച നീ ഇപ്പോൾ വെള്ളാരങ്കല്ലിനെയും പനിനീർപ്പൂവിനെയും പറ്റി സംസാരിക്കുന്നില്ലേ? അതാണ് പ്രേമം.
ലവ്. എടാ ഇതെല്ലാം നിനക്ക് പുതിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് നീതുവിൻ്റെ മിടുക്കിനെ പറ്റിയേ. ഇത്രയാൾ നിന്നിട്ട് നീതുവിൻ്റെ വീട്ടുകാരെ തള്ളി പറഞ്ഞില്ലയോ? അതും ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച്. അവിടെ അമ്മയും അച്ഛനും എനിക്കെതിരെ കൊടുത്ത പരാതിയില്ലയോ? അതിന് എൻ്റെ കൂടെ നിന്നില്ലയോ? അതിനൊരു ധൈര്യം വേണം. അവൾ സൂപ്പറാണ്. എടാ അവൾ ധൈര്യമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായ പെണ്ണ. അത് ഞാൻ സമ്മതിച്ചു വരുന്നു. അവളെ ഞാൻ ലവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടാ സുധീഷേട്ടാ. എന്തിനാടാ നീ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത്? അവളുമായി ഫോണിൽ സംസാരിക്കുന്നു, അവളുമായിട്ട് ബൈക്കിൽ ചുറ്റുന്നു, അവൾ എപ്പോഴും നിന്റെ കടയിൽ വന്നിരിക്കുന്നു. ഇതൊക്കെയാടാ പ്രേമം. എന്നെ ഒന്ന് പറയാൻ വിട് ചേട്ടാ. എന്നാ പറ. അവളെ എനിക്കിഷ്ടമാണ്. ഇന്ന് നടന്ന സംഭവത്തിന് ശേഷം അവളെ സിൻസിയറായി ലവ് ചെയ്യുന്നോന്ന് എനിക്കൊരു സംശയം. ഓഹോ അങ്ങനെ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൾ സ്പോട്ടിൽ വന്ന് നിന്നില്ലേ? ആ നിമിഷം എൻ്റെ മനസ്സ് ആടിപ്പോയി സുധീഷേട്ടാ. ഇനി മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. സൂപ്പർ. നീ കുറച്ചു കാലം കൂടെ എൻ്റെ ട്രെയിനിങ്ങിലായാൽ നീ സൂപ്പർ ഒരു കാമുകനാവൂടാ. പിന്നെ സ്വന്തമായി ഒരു പ്രേമം പോലും സെറ്റപ്പ് ആക്കാത്ത നിങ്ങളാ ട്രെയിനിങ്. നല്ല കാര്യമായി. എടാ കളിക്കാൻ സ്പേസ് തരുമ്പോഴേ കളത്തിൽ കയറി കളിക്കല്ല്. അതൊക്കെ പോട്ടെ, നീ ആ കുട്ടിയെ വിളിച്ചോ? ഇല്ല. നല്ല ബെസ്റ്റ് കാമുകൻ. എടാ നിനക്ക് വേണ്ടി നിന്ന ആളല്ലയോ? വീട്ടിൽ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നീ വിളിച്ച് ചോദിക്കണ്ടായോടാ? അത് ശരിയാ. അവിടെ ചേട്ടനാണെങ്കിൽ ഒരലമ്പന, ഒരൊറ്റ ബുദ്ധിക്കാരൻ. അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? എടാ നീ ഒന്ന് വിളിക്ക്. അവിടെ ഈ ഫോണില്ല. ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടെ അമ്മ ഫോൺ തല്ലിപ്പൊട്ടിച്ചു. വാവ്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന കുട്ടിയാണല്ലേ? ദേ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാലോ? ഇപ്പോഴോ? പ്ലീസ്. ആ എന്നാ ശരി, നമുക്ക് സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ട് പോവാം. അത് വേണ്ട, നമ്മളിപ്പോൾ വരും. വാ പെട്ടെന്ന് വാ. വരാൻ എണീര വരുവാ. പിന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ വീടാണ്. നീതു വാതിൽ തുറന്ന് പാത്ത് പതുങ്ങി ഫോൺ എടുത്തോണ്ട് പോകുന്നു. കോതി ഇതൊക്കെ മതിയടാ കള്ളക്കാമുക. അപ്പോഴത്തേന് ഫോൺ വരുന്നു. ആരാടാ? അറിയില്ല. പുതിയ നമ്പരാ. എന്നാ എടുത്തു നോക്ക്. ഹലോ ഹരീഷേ, ഞാനാ. നീതുവോ? ഇത് അച്ഛൻ്റെ ഫോണാ. അച്ഛൻ അറിയാതെ എടുത്ത് ഞാൻ വിളിച്ചേ. നീതുവാ, സംസാരിക്ക്. നെടി നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കുവാന്ന് എനിക്കറിയാം. അതാ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചത്. എടി വീട്ടിൽ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നം തന്നെയാണ്. അടി, വഴക്ക്, ചീത്ത. അഖിലും അച്ഛനും എല്ലാവരും കൂടെ ആക്രമണമാണ്. ഞാൻ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുക. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അടിയുടെ അളവ് കൂടും. അതെങ്കിലും കുറയ്ക്കാലോ. എടി നിന്നെ കുറെ തല്ലിയോ? അതൊന്നും സാരമില്ല. നീ എന്നെ മൈൻഡ് ചെയ്തിരുന്ന കാലത്ത് എനിക്ക് തോന്നിയ സങ്കടമൊന്നും ഈ അടിക്കില്ല. ഇവിടുത്തെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എടി നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അതാ. സുധീഷേ ഇവിടെ ഒരു പ്രശ്നമില്ല. നീ കിടന്ന് ഉറങ്ങിക്കോ. അതെ പിന്നെ നിന്നെക്കുറിച്ച് ഞാൻ സുധീഷേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്കറിയാം. ഞാൻ വെക്കുവാണേ. ഇങ്ങോട്ട് വിളിക്കല്ലേ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരാം. ഇനി പോകണ്ടല്ലോ. സമാധാനമായില്ല. അവൾ റിസ്ക് എടുത്ത് അവിടെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് കണ്ടോ? അതാണ്. ഒരു കണക്കിന് നീ ഭാഗ്യവാനാണ് ഹരീഷേ. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത, സംസാരിക്കാത്ത നിനക്ക് വരെ പെണ്ണ് കിട്ടി. എല്ലാ കഴിവുകളും ഉള്ള എനിക്കിതുവരെ. സുധീഷേട്ടൻ വിഷമിക്കണ്ട. ഏതൊരു പട്ടിക്കും ഒരു ദിവസം വരും. എടാ സുധീഷ് ഹരീഷിനെ ഇട്ട് ഓടിക്കുന്നത്. എടാ അവിടെ നിൽക്കടാ. എന്താടാ പുതിയ പ്രശ്നം? എന്ത് പ്രശ്നം? പിന്നെന്തിനാ സുധീഷേട്ടൻ ഹരീഷേട്ടൻ്റെ പിന്നാലെ ഓടിയത്? ഓടിയെന്നോ? പിന്നെ അയാൾക്ക് പ്രാന്താടാ. ഇവൻ എനിക്കൊരു ഉമ്മ വന്ന് അത് തിരിച്ചു കൊടുക്കാൻ ഓടിയതാ. എന്ത്? ഇവൻ എനിക്കൊരു ഉമ്മ വന്ന് അത് തിരിച്ചു കൊടുക്കാൻ ഓടിയപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. പറ്റത്തില്ലെന്ന് ഞാനും പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്ത്. ഇപ്പോഴാ കൊടുത്തത്. എല്ലാം ശരിയായി. എന്നാ കിടന്നോ. ഇത്ര വിചിത്രമായ സ്വഭാവമുള്ള രണ്ടെണ്ണം. എടാ പഠിച്ചത് മതി, കിടക്കാം. അത് ഞാൻ പറയാനിരുന്നേ. സുഭാഷ് ചേട്ടൻ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ്. എടാ നികേഷ്, ഹരീഷ്, എനിക്ക് എന്താ സുഭാഷ് ചേട്ടാ? എനിക്ക് ഉറക്കം വരുന്നത്. എടാ ഒരു 10 മിനിറ്റ്. എടാ എനിക്ക് സീരിയസ് ആയ കാര്യം പറയണേ. എന്താ സുഭാഷ് ചേട്ടാ? ഉറക്കം വരുന്നെങ്കിൽ നീ കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക്. ഇങ്ങനെ വിളിക്കണ്ടായോ? നിൽക്ക്. എനിക്ക് നിധിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുമോ? അതൊക്കെ പറഞ്ഞു തീർത്ത് പ്രശ്നം പോയി അടിച്ചു തീർത്തേ ഇല്ലയോ? പോലീസ് വന്ന് നമ്മൾ അടിച്ചതൊക്കെ ശരി തന്നെ. എല്ലാവരും കൂടെ കളിയാക്കിയപ്പോൾ നിധിക്ക് എന്തുമാത്രം വിഷമം വന്നു കാണും. ആ പയ്യൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവനുള്ളതെല്ലാം നമ്മൾ കൊടുത്തേ അല്ലയോ? അല്ല സുഭാഷ് ചേട്ടാ, ഞാൻ നീതുവായിട്ട് അടുപ്പം ഉണ്ടായതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായെന്ന് തോന്നലുണ്ടോ സുഭാഷ് ചേട്ടന്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലടാ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടുകാർ എന്തൊക്കെയോ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് കേട്ടില്ലേ? നിധി നമ്മളെ ചേട്ടനെ അനിയനുമായിട്ടൊക്കെ കാണുന്നത്. ആ ചെറുക്കൻ്റെ ഒറ്റ വാക്ക് കേട്ട് ആളുകൾ അവളെ വേറെ രീതിയിൽ കണ്ടില്ലേ? നാളെ നീതു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു. നമ്മൾ ചിരിച്ചും കളിച്ചും കാണുന്നവരല്ല. സോഷ്യൽ മീഡിയയിൽ പല്ലും നഖമുള്ള ആൾക്കാരാ. ഇതിൻ്റെ പല പകർപ്പാണ് നമ്മുടെ നാട്ടുകാരും. നമുക്കങ്ങനെ സമാധാനിക്കാം. പക്ഷെ നിധിയുടെ കാര്യം അങ്ങനെയല്ല. എടാ ആളുകളുടെ വായടയ്ക്കാൻ പറ്റുമോ? നിധിക്ക് ഇനി ഇതുപോലെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലോ? അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് സുഭാഷ് ചേട്ടൻ പറയുന്നത്? അവരോട് ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയല്ലേന്ന്? സുഭാഷ് ചേട്ടൻ അവന് കിട്ട അടിക്കേ ഇനി അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല. എടാ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ? ഇനി ഓരോന്നുണ്ടാവുമ്പോഴും ഓരോ ആൾക്കാർ ഇങ്ങനെ തന്നെ പറയും.